കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒരാൾ കൂടി ജയിൽ ചാടാൻ പദ്ധതിയിട്ടിരുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട്. തടവുകാരെ പാർപ്പിക്കുന്ന പഴയ ബ്ലോക്കുകൾക്കെല്ലാം കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നും സുരക്ഷാ ഭീഷണിയുണ്ടെന്നും ജയിൽ ഡിഐജി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരം കെട്ടിടങ്ങൾ ജയിൽ ചാട്ടത്തിന് കാരണമാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കനത്ത മഴയിൽ ജയിലിന്റെ കിഴക്ക് ഭാഗത്തുള്ള മതിൽ തകർന്നു വീണിരുന്നു. ഫെൻസിംഗിലൂടെയുള്ള വൈദ്യുതി വിതരണം അന്ന് നിർത്തിവച്ചതാണ്. ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങൾ യഥാസമയം പരിശോധിക്കുന്നുമില്ല. 10 പഴയ ബ്ലോക്കുകളും ഒരു പുതിയ ബ്ലോക്കുമാണുള്ളത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ ബ്ലോക്കുകളുടെ ഓടുമേഞ്ഞ മേൽക്കൂരയിൽ ചോർച്ച കാരണം പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്. കൊടും ക്രിമിനലുകളെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പാർപ്പിക്കുന്ന അതിസുരക്ഷയുള്ള 10ാം നമ്പർ ബ്ലോക്കും ജീർണാവസ്ഥയിലാണ്. പ്രധാന കവാടം കഴിഞ്ഞ് വലതുഭാഗത്ത് വാച്ച് ടവറിനടുത്തായി ചതുരാകൃതിയിലുള്ള കെട്ടിടമാണ് 10ാം ബ്ലോക്ക്. ഇതിൽ A, B, C, D എന്നീ സെല്ലുകളുമുണ്ട്. ഓടുമേഞ്ഞ കെട്ടിടമാണിത്. റിപ്പർ ജയാനന്ദൻ ഇതേ 10ാം നമ്പർ ബ്ലോക്കിൽ നിന്ന് തടവ് ചാടിയിരുന്നു.